ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ ബാത്റൂമിലെ സ്മെല്ല്. ഈ ബാത്റൂമിലെ സ്മെല്ലാണ്, അതെങ്ങനെ മാറ്റാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ഇത് ഭിത്തി കിഴിച്ച് പൈപ്പ് 2 ഇഞ്ച് പൈപ്പ് കയറ്റി വെച്ച് അകത്ത് നെറ്റ് വെച്ചേക്കുവാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊന്നും ഒന്നുമില്ല, ഫ്ലോർ ട്രാപ്പോ കാര്യങ്ങളോ ഒന്നും വെച്ചിട്ടില്ല. അപ്പം ഭിത്തി കിഴിച്ചാണ് ഇത് വെച്ചേക്കുന്നത്. അതുകൊണ്ട് കുഴിയിൽ നിന്നുള്ള സ്മെല്ല് അകത്തോട്ട് കയറുന്നുണ്ട്. ഓൾറെഡി 2 ചെറിയ എയർ വെച്ചിട്ടുണ്ടെങ്കിൽ പോലും നല്ല സ്മെല്ലാണ് കയറുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോൾ ഇതിൻ്റെ തൊട്ട് താഴെ തന്നെ നമുക്കൊരു ട്രാപ്പ് വെച്ച് കൊടുക്കാനാണ്. ഈ മാന്തി ഇട്ടേക്കുന്ന ഭാഗം കുഴിയിലോട്ട് പോകുന്ന ഭാഗമാണ്. അപ്പോൾ നമുക്കിവിടെ ഒരു ട്രാപ്പ് വെച്ച് കൊടുക്കണം. അതായത് ലൈൻ ട്രാപ്പ് നമുക്ക് ഇതിൻ്റെ അകത്ത് വെച്ച് കൊടുക്കണം. ലൈൻ ട്രാപ്പ് വെച്ചാൽ ഇതിൻ്റെ സ്മെല്ല് നമുക്ക് കറക്റ്റായിട്ട് ബാലൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ എടുത്തേക്കുന്ന 2 ഇഞ്ചിൻ്റെ, അതായത് 110-ൻ്റെ 2/4 എന്നുള്ള ലൈൻ ട്രാപ്പാണ് എടുത്തേക്കുന്നത്. അതായത് അതിൻ്റെ ഇന്നും ഔട്ടും 2 ഇഞ്ചും, അതേപോലെ അതിൻ്റെ മുകളിലുള്ള വ്യാസം, അതായത് വൃത്താകൃതിയിലുള്ള വ്യാസം 4 ഇഞ്ചുമാണ് വരുന്നത്. നമ്മൾ സുപ്രീമിൻ്റെയാണ് എടുത്തേക്കുന്നത്. ഇത് കറക്റ്റ് പാരലായിട്ട് നമുക്ക് മുറിക്കണം. അതായത് പൈപ്പിലോട്ട് കയറുന്ന കറക്റ്റ് ഭാഗം മുറിച്ചതിന് ശേഷം നമുക്ക് ഈ കാണുന്ന പൈപ്പ് കുറച്ച് ബാക്കിലോട്ട് തള്ളി കറക്റ്റായിട്ട് കയറ്റണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ അത്രയും ഭാഗം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സൈഡിലത്തെ മണ്ണും കുത്തിക്കളയുന്നുണ്ട്. കാരണം അങ്ങനെ കുത്തിക്കളയണം. ഇല്ലെന്നുണ്ടെങ്കിൽ ജോയിൻ്റ് അടിക്കുന്ന അതായത് ഇതിലോട്ട് ട്രാപ്പിലോട്ട് കയറ്റുന്ന ഭാഗം ചെറുതായിട്ട് ഇരുന്നാൽ പോരാ, ഫുള്ളും അതിൻ്റെ അകത്ത് തന്നെ കയറിയിരിക്കണം. ഇതേപോലെയാണ് ട്രാപ്പിൻ്റെ മുകൾ വശം തുറക്കേണ്ടത്. ഇങ്ങനെ തുറന്ന് വന്നാൽ മതി. ഇങ്ങനെ തുറന്നെടുക്കുമ്പം അതിൻ്റെ തൊട്ട് സൈഡിൽ തന്നെ എഴുതിയിട്ടുണ്ട് സുപ്രീം, അതിൻ്റെ തിക്നെസ്സും എമ്മും എഴുതിയിട്ടുണ്ട്. അതിൻ്റെ ആരോയും കൊടുത്തിട്ടുണ്ട്, എങ്ങോട്ടാണ് അത് ഷട്ടർ ഇരിക്കേണ്ടത് എന്നുള്ളതിൻ്റെ ആരോയും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് തന്നെ ഒരു ഷട്ടറും കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ബ്ലാക്കായിട്ടിരിക്കുന്ന കണ്ടോ ഷട്ടർ. ഇത് നമുക്കത് ഈ പ്രസ് ചെയ്ത് മേപ്പോട്ട് വലിച്ചു കഴിഞ്ഞാൽ അത് ഇങ്ങനെ പൊങ്ങി വരും. കാരണം അതങ്ങനെ ചെയ്യാനുള്ള മെയിൻ കാരണം ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും വേസ്റ്റുകൾ അടഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഈ ഷട്ടർ വെച്ചേക്കുന്നത്. അപ്പോൾ 3 ഇഞ്ച് ഉള്ളു തന്നെ ഉണ്ട്. 3 ഇഞ്ച് ഉള്ളിൻ്റെ അകത്ത് വെള്ളം കെട്ടി നിൽക്കും. വെള്ളം തങ്ങി നിൽക്കുമ്പോൾ സ്മെല്ല് വരത്തില്ല, അതായത് കുഴിയിൽ നിന്നുള്ള സ്മെല്ല് വരത്തില്ല. ഇത് വെക്കുന്നത് കറക്റ്റ് പാരലായിട്ട് പൊക്കി തന്നെ വെക്കണം. കാരണം എന്നാലേ നമുക്ക് ഡോറ് തുറക്കാൻ പറ്റൂ. കാരണം ഈ ഏരിയയിലത്തെ മണ്ണ് ഇവിടുന്ന് എടുത്ത് മാറ്റാനുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ രീതിയിൽ ചെയ്യുന്നത്. കാരണം ഈ സൈഡിലത്തെ മണ്ണെല്ലാം മാറ്റി ലെവൽ ചെയ്യാനുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ഭാഗത്തെ മണ്ണ് മാറ്റിയിട്ട് നമ്മളിത് കണക്ട് ചെയ്യാൻ പോകുന്നത്. നമ്മൾ മുറിക്കുന്ന ഭാഗം തുല്യമായിട്ട് അത് ഉള്ളിൽ തന്നെ കയറണം. അത് ചെറിയ തുമ്പ് ചെറുതായിട്ട് കയറിയാൽ പോരാ, അത് ഫുള്ളും അതിൻ്റെ അകത്ത് തന്നെ കയറണം. അതേപോലെ റബ്ബർ വാഷറും അതിൻ്റെ ഡോറിൽ തന്നെ ഉണ്ട്, അത് ഇട്ട് അടയ്ക്കാൻ വേണ്ടിയിട്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്തൂടെ വെള്ളം ഇറങ്ങാൻ ചാൻസ് കൂടുന്നു. അതായത് വെളിയിൽ വീഴുന്ന വെള്ളം ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് റബ്ബർ വാഷ് കളയാൻ പാടില്ല, അതുപോലെ വെക്കണം. നമ്മൾ ഈ ഷട്ടർ വെച്ചേക്കുന്നതിന് മെയിൻ കാരണം ഷട്ടറിൽ തട്ടിയിട്ടാണ് വേസ്റ്റ് ഇതിൻ്റെ അകത്ത് ട്രാപ്പിൻ്റെ അടിഭാഗത്ത് ഇറങ്ങി മറു സൈഡിൽ കൂടെ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഷട്ടർ ഊരി മാറ്റിയിട്ട് അതിൻ്റെ അകത്ത് വരുന്ന വേസ്റ്റുകൾ നമുക്ക് കയ്യിലൊരു ഗ്ലൗസ് ഇട്ടിട്ട് നമുക്കത് എടുത്ത് കളയാൻ പറ്റും. അപ്പോൾ നമ്മൾ തുല്യമായിട്ട് അത് മാർക്ക് ചെയ്യുകയാണ്. കാരണം ഫുള്ളും ഇതിൻ്റെ അകത്ത് നമുക്ക് കയറ്റണം. കാരണം ഈ ബാക്കിലോട്ടുള്ള പൈപ്പ് നമുക്ക് ഈ എൽബോ കിടക്കുന്ന ഭാഗം നമുക്ക് ചെറുതായിട്ട് അനക്കാൻ പറ്റും, അതുകൊണ്ട് കുറച്ച് നീക്കാൻ പറ്റും. അതുകൊണ്ട് ഫുള്ളും നമുക്ക് കയറുന്ന രീതിയിലുള്ള അളവിന് വേണം മുറിക്കാൻ. അതുകൊണ്ട് ഫുള്ളായിട്ടും പൈപ്പുകൾ കയറണം, അല്ലാതെ ചെറുതായിട്ട് വെച്ചാൽ പോരാ, ഫുള്ളായിട്ടും തന്നെ കയറണം. ട്രാപ്പ് വെക്കുന്നതിൻ്റെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാപ്പിൻ്റെ അകത്ത് കിടക്കുന്ന വെള്ളത്തിൽ തട്ടി സ്മെല്ലുകൾ അകത്തോട്ട് കയറത്തില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ട്രാപ്പ് വെക്കുന്നത്. അതുപോലെ എന്തെങ്കിലും വേസ്റ്റുകൾ അടഞ്ഞാൽ നമുക്ക് ഇതേപോലെ എടുത്ത് കളയാൻ പറ്റും. ഇതേപോലെ കിച്ചൺ സിങ്കിൻ്റെ അകത്തും ഇതേപോലെയാണ് ട്രാപ്പ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. കാരണം അതിൽ കിടക്കുന്ന കിച്ചൺ സിങ്കിൻ്റെ അകത്തൊക്കെ നല്ലവണ്ണം സ്മെല്ല് വരും. അതിന് വേണ്ടിയിട്ട് ട്രാപ്പ് ഉപയോഗിക്കുന്നത് ഒരു ബെറ്റർ ആയിരിക്കും. അങ്ങനെ നമ്മൾ തുല്യമായിട്ട് കട്ട് ചെയ്തിട്ട് 2 സൈഡും പൈപ്പിൻ്റെ 2 സൈഡും നമ്മൾ ഈ മണ്ണ് പറ്റിയ ഭാഗം നമ്മൾ തുടച്ച് കളയണം. തുടച്ച് കളഞ്ഞില്ലെന്നുണ്ടെങ്കിൽ പശ പിടിക്കത്തില്ല. കണ്ടോ, ഇപ്പോൾ ഈ പൈപ്പ് അനങ്ങിയതിൻ്റെ അത്രയും ബാക്കിലോട്ട് പൈപ്പ് അനങ്ങും. അതുകൊണ്ടാണ് നമ്മൾ തുല്യമായിട്ട് തന്നെ കട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. അങ്ങനെ നമ്മൾ ഒരു ഹൈ ബോണ്ട് എടുത്തിട്ടുണ്ട്, അതായത് സോൾവെൻ്റ് എടുത്തിട്ടുണ്ട്. അത് നമ്മളിനി പൈപ്പിൽ 2 സൈഡിലും തേച്ച് കൊടുക്കണം. അതിൽ നിന്ന് കട്ട് ചെയ്തപ്പം വീണ വെള്ളമാണത്. അതുകൊണ്ട് അതിന് മുകൾ സൈഡിലും താഴെ സൈഡിലും നല്ലോണം നമുക്ക് സോൾവെൻ്റ് അടിക്കണം. അതേപോലെ ട്രാപ്പിലും നല്ല രീതിയിൽ തന്നെ സോൾവെൻ്റ് അടിച്ചിടണം. കാരണം താഴ്ന്ന് നിൽക്കുന്നതായതുകൊണ്ട് നമ്മൾ സോൾവെൻ്റ് ഉപയോഗിക്കണം. അല്ലാതെ കുറച്ച് പൊക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ സോൾവെൻറ്റിൻ്റെ ആവശ്യമില്ല, അല്ലാതെ തന്നെ ഡയറക്റ്റ് കയറിപ്പോകും. എന്തെന്ന് പറഞ്ഞാലും നമ്മൾ സോൾവെൻ്റ് അടിച്ച് വെക്കുന്നത് സേഫായിട്ടിരിക്കും. അതുകൊണ്ടാണ് സോൾവെൻ്റ് അടിച്ച് വെക്കാൻ പറയുന്നത്. കാരണം ഇത് ഇവിടുത്തെ മണ്ണെടുത്ത് മാറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് 2 45 വെച്ചോ അല്ലെങ്കിൽ 2 ഷോർട്ട് എൽബോയോ ഷോർട്ട് ബെൻഡോ വെച്ചോ നമുക്ക് ഇതിൻ്റെ അകത്ത് ഇറക്കണമായിരുന്നു. പക്ഷേ ഇവിടുത്തെ എത്രയും മണ്ണ് പോകും എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ അതേപോലെ തന്നെ തുല്യമായിട്ട് നമ്മൾ ആ പൈപ്പ് പോകുന്ന രീതിയിൽ തന്നെ നമ്മൾ വെക്കുന്നത്. അങ്ങനെ നമ്മൾ ഒരു സൈഡ് കയറ്റിയിട്ടു.
മറു സൈഡ് കയറ്റിയിട്ട് ഇതേപോലെ പ്രസ് ചെയ്ത് ബാക്കിലോട്ട് പിടിച്ചതിന് ശേഷം, കാരണം അത് ബാക്കിലോട്ട് പോകും എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ പ്രസ് ചെയ്യുന്നത്. എന്നിട്ട് തുല്യമായിട്ട് പ്രസ് ചെയ്ത് അകത്തോട്ട് കയറ്റുക. അപ്പോൾ ഈ രണ്ട് സൈഡും നമ്മൾ കട്ട് ചെയ്ത അത്രയും ഭാഗം ഫുള്ളും കയറിയിട്ടുണ്ട്. നമ്മൾ ഇത്രയും കട്ട് ചെയ്ത ഇത്രയും ഭാഗം വരെ, അതായത് ഈ കപ്ലിങ് നിൽക്കുന്ന ഭാഗം വരെ, ട്രാപ്പിൻ്റെ ആ കപ്ലിങ് നിൽക്കുന്ന ഭാഗം വരെ ഫുള്ളും നമ്മൾ അതിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഈ ബാക്കിൻ്റെ ടോപ്പ് ലെവൽ വരെ നമുക്ക് മണ്ണിടണം. അതായത് നമുക്ക് ഡോർ അഴിച്ചെടുക്കുന്ന രീതി വരെ നമുക്ക് മണ്ണിടണം. ബാക്കിയുള്ള മണ്ണ് നമുക്കെടുത്ത് മാറ്റാനുള്ളതാണ്, നമുക്കല്ല അവർക്കെടുത്ത് മാറ്റാനുള്ളതാണ്. അതുകൊണ്ട് നമ്മളങ്ങനെ വെള്ളം ബാത്റൂമിൽ ഒഴിച്ചുകൊണ്ട് ആ ബാത്റൂമിൽ കിടക്കുന്ന മണ്ണും അതിൻ്റെ എല്ലാം ഇതിൽ തന്നെ വന്നിട്ടുണ്ട്. ട്രാപ്പിൽ വരുന്ന കണ്ടോ, ഇത്രയും ഭാഗത്ത് വെള്ളം ഫില്ലാവും നിൽക്കും. അതായത് ഒരു 3 ഇഞ്ചോളം ഉള്ളിൻ്റെ അകത്ത് വെള്ളം ഫില്ലായി നിൽക്കും. അതുകൊണ്ട് സ്മെല്ലുകൾ ഒരിക്കലും ബാത്റൂമിലോട്ട് വരാൻ ചാൻസും കുറവാണ്. അങ്ങനെ ലൈൻ ട്രാപ്പ് വെക്കാത്ത ബാത്റൂം ഏരിയാസ് ഉണ്ടെങ്കിൽ അവിടെ കറക്റ്റായിട്ട് വെക്കണം. അതേപോലെ കിച്ചൻ്റെ വേസ്റ്റ് ലൈൻ പോകുന്ന ഭാഗത്തും ലൈൻ ട്രാപ്പ് ഉപയോഗിക്കണം. അതേപോലെ ട്രാപ്പുകൾ ഉപയോഗിക്കണം. ട്രാപ്പുകൾ മസ്റ്റാണ്. ഇത് നമുക്ക് തന്നെ വീട്ടിൽ ഇതുപോലെ ഈ ഷട്ടർ കൈ കൊണ്ട് മേപ്പോട്ട് പൊക്കിയെടുത്ത്, കൈ ഇങ്ങനെ നമ്മൾ ഉപയോഗിച്ചതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്ലൗസ് ഉപയോഗിക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ പല സാംക്രമിക രോഗങ്ങളും ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഗ്ലൗസ് ഉപയോഗിച്ച് ഇതേപോലെ ഈ ഷട്ടർ കണ്ട് ഇങ്ങനെ മാറ്റിയിട്ട് നമുക്ക് അതിൻ്റെ അകത്ത് വരുന്ന വേസ്റ്റുകൾ, അതായത് മുടിയായാലും ചകിരിയായാലും അങ്ങനെ കുളിക്കാൻ ഉപയോഗിക്കുന്ന എല്ലാ വേസ്റ്റുകളും ഇതിൻ്റെ അകത്ത് വന്ന് നിൽക്കും. അപ്പോൾ അതെല്ലാം വാരി നമുക്ക് കളയുകയും ചെയ്യാം. അതേപോലെ ഈ വെള്ളം ഇങ്ങനെ 3 ഇഞ്ചോളം വെള്ളം, 3 ഇഞ്ച് ഹൈറ്റിനുള്ള വെള്ളം കിടക്കുന്നതുകൊണ്ട് സ്മെല്ല് ഒരിക്കലും ബാത്റൂമിൻ്റെ ഉള്ളിലോട്ട് പോകത്തുമില്ല. ഇപ്പം നേരത്തെ ഈ ബാത്റൂമിൻ്റെ അകത്ത് കയറിയപ്പോൾ തന്നെ സ്മെല്ലുണ്ടായിരുന്നു. ഇതിന് ശേഷം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. ഇതിന് ശേഷം ചെക്ക് ചെയ്ത് വെള്ളം ഒഴിച്ചിട്ട് നമ്മളൊന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. ചെക്ക് ചെയ്തതിന് ശേഷം പറയാം. അപ്പം ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട്, ട്രാപ്പ് വെക്കുന്നതുകൊണ്ട് ഏറ്റവും വലിയ ഗുണം ബാത്റൂമുകളിലെ സ്മെല്ല് പോകും എന്നുള്ളത് തന്നെയാണ്. അതേപോലെ നമ്മൾ കറക്റ്റ് ലെവലിന്, അതായത് ഈ ഡോറ് കിടക്കുന്ന, നമുക്ക് ഡോറ് ഊരുന്ന അതേ ലെവലിന് മണ്ണ് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബാക്കിയുള്ളത് അവർക്ക് മണ്ണെടുത്ത് കളയാനുള്ളതാണ്. അപ്പോൾ നമ്മൾ അത്രയും രീതിയിലുള്ള ഭാഗത്ത്, ഡോർ ഇളക്കാൻ വേണ്ടിയിട്ടുള്ള ഭാഗത്ത് വരെയുള്ള പൈപ്പ് മറിഞ്ഞ് കിടക്കുന്ന അത്രയും മണ്ണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ബാത്റൂമിൽ ഞങ്ങൾ കയറി ചെക്കും ചെയ്തു. ഒരു പ്രോബ്ലവും ഇല്ല, സ്മെല്ല് കാര്യങ്ങളൊന്നുമില്ല. വീട്ടിലെ പയ്യൻ തന്നെയാണ് ഇവിടെ ഹെൽപ്പറായിട്ട് നിൽക്കുന്നത്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.